നമസ്കാരം. ഒടുവിൽ കേരളത്തിന് മുന്നിൽ മുട്ടുകുത്താതെ തരമില്ലെന്നായിരിക്കുകയാണ് നരേന്ദ്രമോദി കയ്യേറുന്ന കേന്ദ്ര സർക്കാരിന്. കേരളത്തിന്റെ കടുത്ത പ്രതിഷേധവും തുടർന്ന് സമ്മർദ്ദവും നിയമ പോരാട്ടവും ഫലം കാണുന്നു. ഒടുവിൽ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാൻ നിർബന്ധിതമായിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ദുരന്തം നടന്ന് 154 ദിവസം വേണ്ടി വന്നു കേന്ദ്രത്തിന് ഒന്ന് ബോധം വീഴാൻ. അല്ലെങ്കിൽ കേരളത്തിനോടുള്ള കേന്ദ്രത്തിന്റെ പ്രതികാരം ഒന്ന് കെട്ടടങ്ങാൻ എന്നു വേണം കരുതാൻ. ദുരന്തമുഖത്തെ അവസ്ഥ ചൂണ്ടിക്കാണിച്ച് കേരളം അയച്ച കത്തിന് മറുപടിയായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയ കത്തിലാണ് നിലപാട് മാറ്റം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചത്. ദുരന്ത ബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളുന്നതടക്കമുള്ള പുനരധിവാസ പാക്കേജ്, അധിക അടിയന്തര ധനസഹായം തുടങ്ങിയ കേരളത്തിന്റെ ആവശ്യത്തിന് മറുപടിയില്ല. മുണ്ടക്കൈ ദുരന്തം അതിതീവ്ര ദുരന്തമായി L3 പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് ആഗസ്റ്റ് 10-ന് വയനാട്ടിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ആവശ്യപ്പെട്ടു. പലതവണ കേന്ദ്രത്തിന് ഇതുൾപ്പെടെ ആവശ്യങ്ങളുമായി കത്തെഴുതി. തീരുമാനം വൈകിയപ്പോൾ പ്രധാനമന്ത്രിയെ സന്ദർശിച്ച് മുഖ്യമന്ത്രി ആവശ്യം ഉന്നയിച്ചു. സർക്കാർ നീക്കത്തിന് പുറമെ CPM-ഉം LDF-ഉം സമരരംഗത്തിറങ്ങിയതോടെ ജനകീയ സമ്മർദ്ദം ശക്തമായി. ഇതര സംസ്ഥാന ദുരന്തങ്ങളിൽ കൈയഴിച്ച് സഹായിച്ച കേന്ദ്രം കേരളത്തോട് രാഷ്ട്രീയ വിവേചനം കാണിക്കുന്നതിനെതിരെ കേരളവും ഇന്ത്യയിലാണ് എന്ന മുദ്രാവാക്യവുമായി പ്രചാരണം നടത്തി. ഹൈക്കോടതിയും ഇതു സംബന്ധിച്ച കേസിൽ കേന്ദ്ര സമീപനത്തെ കുറ്റപ്പെടുത്തി. പാർലമെന്റിൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ വരെ മുണ്ടക്കൈ ദുരന്തബാധിതർക്ക് അധിക സഹായത്തിനായി വാദിച്ചു. BJP ഒഴികെ കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ ഒരുമിച്ച് പാർലമെന്റിൽ ഇതിനായി ശബ്ദമുയർത്തി. ആഭ്യന്തര മന്ത്രിയെ സന്ദർശിച്ച് നിവേദനം നൽകി. ഒടുവിൽ തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാർ നിർബന്ധമായി. ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡം അനുസരിച്ച് അതിതീവ്ര സ്വഭാവമുള്ള ദുരന്തമായി പ്രഖ്യാപിച്ചാൽ കൂടുതൽ സഹായം സ്വീകരിക്കാം എന്നതിലാണ് ഈ ആവശ്യം കേരളം തുടക്കം മുതലേ ഉയർത്തിയത്. ദുരന്ത ബാധിതർക്ക് ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിനുള്ള പദ്ധതികൾക്ക് ബുധനാഴ്ച മന്ത്രിസഭാ യോഗത്തിൽ പൂർണ്ണ രൂപമാകും. നിലവിൽ 38 പേരാണ് ഭൂമിയോ വീടോ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഇവരുമായി ബുധനാഴ്ച പകൽ 12-ന് വൈകിട്ട് 4-നുമിടയിൽ മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. നിർമ്മാണ ഏജൻസിയുടെ കാര്യവും ഇതിൽ തീരുമാനമാകും. അതേസമയം മുണ്ടക്കൈ ദുരന്തം അതിതീവ്ര ദുരന്തമല്ല എന്ന നിലപാടാണ് തുടക്കം മുതൽ കേന്ദ്ര സർക്കാരും BJP നേതൃത്വവും ഹൈക്കോടതിയിലും പുറത്തും സ്വീകരിച്ചിരുന്നത്. 2 വാർഡിൽ നടന്ന ദുരന്തമെന്നായിരുന്നു മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ V മുരളീധരൻ മുണ്ടക്കൈ ദുരന്തത്തെ വിശേഷിപ്പിച്ചത്. ഇനി എന്തായാലും അടിയറവ് പറയാതെ ഒരു നിർവാഹവുമില്ല എന്ന അവസ്ഥയിൽ എത്തിയതോടെയാണ് അതിതീവ്ര ദുരന്തമായി ഇതിനെ പ്രഖ്യാപിച്ചത്.